എല്ലാ മലക്കുകളും ഇത് പറയാതെ ആകാശത്തേക്ക് ഉയരുന്നില്ല എന്നാണ്. ഈ ദിക്റ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നോക്കൂ, നിങ്ങൾ എത്ര ചെറുതാണ്, പക്ഷെ ഇതിന്റെ നേട്ടം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിക്റാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ 3 കലിമത്തുകൾ ചൊല്ലുക. ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിലുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതിൽ ബിസ്മില്ല എന്ന് പറയുമ്പോൾ മലക്ക് പറയത്രേ ഹുദീത്ത, അള്ളാഹു നിനക്ക് ഹിദായത്ത് ചെയ്തു തന്നിരിക്കുന്നു. തവക്കൽതു അലല്ലാഹ് എന്ന് മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുമ്പോൾ മലക്ക് പറയും വക്കീത്ത, നീ പ്രൊട്ടക്റ്റഡ് ആണ്, ഒരു ആക്സിഡന്റും നിന്നെ ബാധിക്കില്ല, ധൈര്യമായിട്ട് പോയിക്കോളൂ. മൂന്നാമത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ മലക്ക് പറയും കുഫീത്ത, മതി, നീ ഒന്നും പറയേണ്ട കാര്യമില്ല, ഇറങ്ങിക്കോളൂ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരെ ഈ ദിക്റ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇനി മൂന്നാമത്തെ ദിക്റ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ദിക്റ് ഉണ്ടല്ലോ, അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഓരോ ദിവസവും ചെല്ലാറുണ്ടെന്നാണ്. സലാം വീട്ടിൽ കഴിഞ്ഞാൽ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലണം. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് പാപങ്ങളൊന്നും ചെയ്യാത്ത നബി ഇങ്ങനെ പറയണത്? അപ്പോഴാണ് മനസ്സിലായത്, ഇത് പാപം പരിഹരിക്കുക മാത്രമല്ല, ശുദ്ധമായ ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. സൂറത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളോട് പറയുന്നുണ്ട്, ഫക്കുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ഭൗതികം, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും. വയംദിദുക്കും ബി അംവാലിൻ, പണം വർദ്ധിക്കും. വബനീന, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും. വയജഅലക്കും ജന്നാത്തിൻ, അന്നത്തെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബിസിനസ്സാണ്, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ട്, ഒപ്പം പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും, ആത്മീയമായ നേട്ടമുണ്ട്. ഈ 3 ദിക്റുകൾ ഞാൻ പതിവാക്കാറുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിങ്ങളും പരിശ്രമിക്കുക, തീർച്ചയായും നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും. യു ക്യാൻ ഫീൽ ഇറ്റ്. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.